യുഎസിൽ 6 സംസ്ഥാനങ്ങളിലായി വീശിയടിച്ച ചുഴലിക്കാറ്റിൽ 34 പേർ മരിച്ചു. വീടുകളും മേൽക്കൂരകൾ തകർന്നതും വലിയ ട്രക്കുകൾ മറിഞ്ഞുകിടക്കുന്നതും ഉൾപ്പെടെ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നിരവധി ആളുകളെ കാണാതായെന്നാണ് റിപ്പോർട്ടുകൾ. കൻസാസിൽ 50-ലധികം വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേരാണ് മരിച്ചത്. കടുത്ത പൊടിക്കാറ്റിനിടെ ദൃശ്യപരത കുറഞ്ഞതാണ് അപകടത്തിന് കാരണമായത്. മിസോറിയിൽ 14 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. അപകടങ്ങളിൽ 6 പേർ മരിച്ചതായും 3 ആളുകളെ കാണാതായതായും മിസിസിപ്പി ഗവർണർ ടേഡ് റീവ്സ് പറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറായി 1,75,000 ആളുകൾ വൈദ്യുതി തടസ്സവും നേരിടുന്നുണ്ട്. ലൂസിയാന, ടെന്നസി, ഫ്ലോറിഡ എന്നീ സംസ്ഥാനങ്ങളിൽ ജാഗ്രത നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നിലനിൽക്കുന്നുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെ അപകടകരമായ മേഖലകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമവും ആരംഭിച്ചു. ചുഴലിക്കാറ്റിൽ ഊർജിതമായ രക്ഷാപ്രവർത്തനം നടക്കുന്നതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അടുത്ത കുറച്ച് ദിവസങ്ങൾ കൂടി ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യം സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മിസോറിയിലാണ് ഏറ്റവും കൂടുതൽ മരണവും നാശനഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്നത്. 50 വാഹനങ്ങളാണ് പ്രദേശത്ത് അപകടത്തിൽപ്പെട്ടത്. മിസോറിയിൽ 12 പേർ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്.